കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും സന്നാഹവും അറിയാതെ നടന്നിട്ടുള്ളതാണ്. ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡ് നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. 2020 അത്. ആ റെയ്ഡ് നടന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് എന്തായിരുന്നു കേട്ടു നോക്കാം. വീട്ടിൽ കയറിയുള്ള പരിശോധന ഇഡി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല? ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പൊ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അപ്പൊ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ആ വാടക വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യണം പോലും. അപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അൺലോഫുൾ അസംബ്ലിക്ക് നിങ്ങൾ കാരണമാണ്, വലിയ പ്രശ്നം ഉണ്ടായി. നോക്കൂ, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും സന്നാഹവും അറിയാതെ നടന്നിട്ടുള്ളതാണ്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് അവരാണ് ആൻസർ ചെയ്യേണ്ടത്. അല്ല, ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താണ് അറസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ ഉള്ള ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയായിരുന്നില്ല സ്റ്റാൻഡ്. ഓരോരുത്തരെയും ഒറ്റ തിരിഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു പോലീസ് പ്ലാൻ. അതുകൊണ്ടാണ് ആ പ്രകടനമായി അതെ അവരെ മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറ്റുക. അതുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പൊ നിലവിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ട വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഇവർ വലിയ തോതിൽ സംഘർഷം അഴിച്ചുവിട്ട് നമ്മുടെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ്? അതിന്റെ കാര്യം എന്താണ്? അവർ അന്വേഷിക്കണം. അല്ല, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് ഡിസോൾവ് ചെയ്യും. ഞങ്ങളെല്ലാവരും വ്യത്യസ്ത അല്ല ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹിയോ മറ്റുമാണ്. അത് പറഞ്ഞില്ല, ആ വഴിയിലൂടെ കടന്നു വരുന്ന ഓരോരുത്തരെയും ഒറ്റ തിരിഞ്ഞു വരുന്ന എന്താ കാരണം എന്ന് പറയണ്ടേ? കാരണം എന്ന് പറയും ഞങ്ങളെ മേലിലെ ചാർജ് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഇല്ലാത്ത നിർദ്ദേശത്തിന് എന്തിനാണ് ഇവർ ഇത്ര കഷ്ടപ്പെടുന്നത്? അങ്ങനെ നിർദ്ദേശം വരികയാണെങ്കിൽ അവർ ചെയ്തോട്ടെ. പക്ഷേ അവരുടെ ചൊരുക്ക് തീർക്കാൻ വിദ്യാർത്ഥികളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് കഴിയില്ല. അത്രേ ഉള്ളൂ. അതിനോട് വേറെ പോലീസിനോട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ ചൊരുക്ക് തീർക്കാൻ അവരുടെ കയ്യിൽ വന്ന വീഴ്ച ഉടനടി പരിഹരിക്കാൻ ഞങ്ങളുടെ മെക്കിട്ട് കയറിയോണ്ട് കാര്യമില്ല. ഈ കുട്ടികളെ വിട്ടുതരില്ല.